ആർട്ടിഫിഷ്യൽ പൂക്കളത്തിൻ്റെ കാലമാണല്ലോ ഇപ്പോൾ. അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് എനിക്കൊരാഗ്രഹം. അപ്പോഴാണ് നമ്മൾ വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രം ആഘോഷിക്കുന്ന ഒരു ഓണാഘോഷം വന്നെത്തുന്നത്. എന്നാൽ പിന്നെ അതിന് തന്നെ ഉണ്ടാക്കിയാലോ എന്നൊരാലോചന. എന്നാൽ പിന്നെ ധൈര്യമായിട്ട് ഉണ്ടാക്കിയോ, കൂടെ നിന്നോളാന്ന് പറഞ്ഞ് സപ്പോർട്ടുമായി കെട്ടിയവനും. ഇതിന് മോട്ടിവേറ്റ് ചെയ്തതും പൂക്കൾ വാങ്ങി തന്നതും ഒക്കെ എൻ്റെ കെട്ടിയവനാണ് കേട്ടോ. ഇതിനാദ്യം വേണ്ട ഒരു ഫ്ലെക്സ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് ഡാമേജ് ആയ ഒരു ഫ്ലെക്സ് ജോബി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അതിൽ ഡിസൈൻ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച് അത് വരച്ച് അത് കട്ട് ചെയ്തു. അപ്പോൾ ഓരോ ഡിസൈനിലും നമ്മൾ ഏത് കളർ കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ മാലകൾ വാങ്ങി. അതിലെ പൂവുകളിൽ നിന്ന് ഓരോ ഇതളും കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക്. അത് മുഴുവൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇച്ചിരി പണിയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളും ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ച് 2 പേര്. ചോദിച്ചതല്ലേ, കൂടെ കൂട്ടിയേക്കാമെന്ന് ഞാനും വിചാരിച്ചു. ഇതൊക്കെയല്ലേ ഒരു രസം, അവരെയും കൂടെ കൂട്ടി ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഇൻവോൾവ്മെൻറ്റും ആവുമല്ലോ. അങ്ങനെ കട്ട് ചെയ്യാൻ നേനെയും കുഞ്ഞിലെയും കൂടെ കൂടി. ആദ്യം ഞങ്ങൾ ഗ്രീനാണ് കേട്ടോ കട്ട് ചെയ്തത്. ഗ്രീൻ കട്ട് ചെയ്തിട്ട് ബാക്കി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രീൻ ഫുള്ള് ഓരോ ഇതളും കട്ട് ചെയ്തെടുത്തു. പിന്നെ അത് ഒട്ടിക്കുക എന്നുള്ളതാണ് അടുത്ത പണി, അതായത് ആ വരച്ച് വെച്ചിരിക്കുന്ന ഡിസൈനിൽ കൂടെ. അങ്ങനെ ഞങ്ങൾ ഒരു ഗ്ലൂ ഒക്കെ യൂസ് ചെയ്തു. ഗ്ലൂവിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. നല്ല ഗ്ലൂ ആയിരുന്നു. അതിലേക്ക് പതുക്കെ ഗ്രീൻ എഴുതിയ ഭാഗത്ത് ഒട്ടിച്ച് വെച്ചു. അത് ആദ്യം കുറച്ച് പണിയുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ എന്താണെന്ന് പിന്നെ പറയാം. ഇത് വേറൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഇത് ഈ പൂക്കളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ മെനക്കേടുണ്ടെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്നേ. ഇതിപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ഞാനായിട്ട് ചെയ്യുന്നതൊന്നുമല്ല കേട്ടോ. ഞാനല്ല കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തത് ചോപ്സ്റ്റിക്കാട്ടോ. ഇതാണ് നമ്മുടെ ഗ്രീൻ കഴിഞ്ഞ് ചെയ്ത് വെച്ചിട്ടുള്ള ലുക്ക്. ആ ചോപ്സ്റ്റിക്ക് വെച്ച് ചെയ്തപ്പോൾ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. ഇതുകൊണ്ട് കഴിക്കാൻ അറിയത്തില്ലെങ്കിലും ഇങ്ങനൊരു ഉപകാരം ഉണ്ടായി. കൈ വെച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ചോപ്സ്റ്റിക്ക് വെച്ച് ചെയ്തപ്പോഴാണ്. അങ്ങനെ ഓറഞ്ച് ഞങ്ങൾ ഒട്ടിക്കാൻ തുടങ്ങി. ഇത് ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു, എൻ്റെ കൂടെ കുഞ്ഞേലി പിന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ഇതള വെച്ചും പിന്നെ 2-3 ഇതള വെച്ചൊക്കെ ഞങ്ങൾ ഒട്ടിച്ച് നോക്കി. മാക്സിമം ഗ്യാപ്പ് കുറച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഇനി അവസാനം കുറച്ച് ഗ്യാപ്പ് വരും, അത് നമുക്ക് എന്തായാലും ലാസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യുമ്പോൾ ശരിയാക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഓറഞ്ചും ചെയ്തു. പിന്നെ യെല്ലോ ഒട്ടിക്കുന്നതിൻ്റെ വീഡിയോ ഇല്ല. യെല്ലോ കുറച്ചിട്ടിച്ചതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ പർപ്പിളായിരുന്നു അതിൻ്റെ ബോർഡർ കൊടുത്തത്. ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക്. പക്ഷേ ഇതിനകത്ത് സ്റ്റിൽ ഗ്യാപ്പുണ്ട്. അത് ഞങ്ങൾ ലാസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തായിരുന്നു, ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഉണ്ടാക്കി വെക്കാൻ പോയ സാധനം, പറയും ഓണത്തപ്പനും. അതും ഞാൻ ഉണ്ടാക്കിയതാട്ടോ. പക്ഷേ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്നുമില്ല. ഇതായിരുന്നു ഫൈനൽ ലുക്ക്.